ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിപിൻ, ഗ്രാഫിക് ഡിസൈനറാണ്. ഇന്ന് കോർൽഡ്രോയിൽ പ്രിൻ്റ് പ്രിവ്യൂയിലൂടെ നമുക്ക് കുറച്ച് ഐ ഡി കാർഡ്സ്, ഏകദേശം ഒരു 50 അതിൽ മേലെയോ ഐ ഡി കാർഡ്സ്, ഞാനിപ്പോൾ ഒരു 50 ഐ ഡി കാർഡ്സ് സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ പ്രിൻ്റ് പ്രിവ്യൂയിലൂടെ നമുക്ക് കുറച്ച് ഐ ഡി കാർഡ്സ് നമ്മുടെ ഡിജിറ്റൽ സൈസ് 13, 19, 12, 18 ആ സൈസിലേക്ക് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം പ്രിൻറ്റിങ്ങിന് വേണ്ടി എന്നുള്ളതാണ്. അപ്പോൾ മിക്കവരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് എടുത്തിട്ട് ഒന്നെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 13 ഓരോന്ന് പെറുക്കി സെറ്റ് ചെയ്യും. അതിൻ്റെ ബാക്ക് സൈഡ് അതേപോലെ സെറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം, പ്രിൻറ്റിങ്ങിലേക്ക് പോകാൻ നേരത്ത് അറിയാമല്ലോ, ഫ്രണ്ട് സൈഡ്, അതായത് ഫസ്റ്റ് ഒരു കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ഇടതുവശത്താണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പ്രിൻറ്റിങ് വരാൻ നേരത്ത് ആ കാർഡിൻ്റെ ബാക്ക് സൈഡ് സെറ്റ് ചെയ്യേണ്ടത് വലതുവശത്തായിരിക്കും. അതിങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കും. ബാക്ക് സൈഡ് പ്രിൻറ്റിങ് വരാൻ നേരത്ത് അങ്ങനെ ആയിരിക്കുള്ളൂ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ പ്രിൻ്റ് പ്രിവ്യൂവിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് പറയുന്നത്. അതായത് ഇതിന് 3 ഓപ്ഷൻസ് ഉണ്ട്. 3 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ അറിവിൽ 3 രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ 3 രീതിയിൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പേജസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് ഐ ഡി കാർഡിൻ്റെ ആ ഒരു സൈസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു ഐ ഡി കാർഡിൻ്റെ സൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഐ ഡി ഫ്രണ്ട് 1, അതായത് ഐ ഡി കാർഡിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ്, ആദ്യത്തെ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ്, അതാണ് ഐ ഡി ഫ്രണ്ട് 1. ബാക്ക് സൈഡിൽ ഞാൻ റെഡ് കളർ മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് ഐ ഡി ബാക്ക് 1, അതായത് ആ ആദ്യത്തെ ഐ ഡി കാർഡിൻ്റെ ബാക്ക് സൈഡ്. ഓക്കെ, അങ്ങനെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ടു ഫ്രണ്ട് ബാക്ക് ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഏകദേശം ഒരു 100 പേജോളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 100 പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്. 50 ഐ ഡി കാർഡിന് വേണ്ടിയാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 50 ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും 50 ഐ ഡി കാർഡിൻ്റെ ബാക്ക് സൈഡും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഡിജിറ്റൽ സൈസിലേക്ക് നമുക്ക് പ്രിൻറ്റിങ്ങിന് വേണ്ടി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് പ്രിൻ്റ് പ്രിവ്യൂ ആണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് പ്രിവ്യൂ എടുത്ത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചോദിക്കണ്ടാവോ, ഇത് എളുപ്പമുള്ളൂ ചെയ്യാനായിട്ട്, വലിയ കാര്യമുള്ള പ്രിൻ്റ് പ്രിവ്യൂ പോയിട്ട് ഇമ്പോസിഷൻ കൊടുത്താൽ മതി. ഇമ്പോസിഷൻ കൊടുത്തിട്ട് അതിൻ്റെ എത്ര കാർഡ് റോയിൽ കയറണം, എത്ര കാർഡ് കോളത്തിൽ കയറണം, ശരി തന്നെയാണ്, അങ്ങനെയാണ്. പക്ഷേ സിംഗിൾ സൈഡ് കാർഡാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സൈഡ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രിൻ്റ് പ്രിവ്യൂവിൽ പോയിട്ട് ഇമ്പോസിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. ഡബിൾ സൈഡ് കാർഡാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇമ്പോസിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വശം മാറിക്കും. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് ഫ്രണ്ട് സൈഡ് ഇടതുവശമാണെങ്കിൽ അതിൻ്റെ വലതുവശത്ത് വേണം, അതായത് അടുത്ത പേജിൽ അതിൻ്റെ ബാക്ക് സൈഡ് പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ പേജ് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ആദ്യത്തെ കാർഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇമ്പോസിഷനിൽ നമ്മൾ ബാക്ക് സൈഡും കൂടി എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഇപ്പം കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഞാനിപ്പോൾ ഒരു PDF ലേക്കാണ് ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഞാനതിനെ നമ്മളതിൻ്റെ പേപ്പർ സൈസ് മാറ്റി കൊടുത്തു. അപ്പോൾ 13, 19 ഡിജിറ്റൽ സൈസിലേക്കാണ് ഞാനേക്കുന്നത്. ഞാനത് ഓക്കെ കൊടുത്തു. ഇവിടെ ഇത് അപ്ലോഡ് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ മാറിയുണ്ട്. നമുക്ക് ഒന്നും കൂടി പോയിട്ട് അതിൻ്റെ ലേഔട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അത് പോർട്രേറ്റിലേക്ക് വന്നു. ഓക്കെ, നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഇത്ര ഐ ഡി കാർഡ്, അത് ഞാൻ പറഞ്ഞു 50 ഐ ഡി കാർഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50 ഐ ഡി കാർഡും അതിൻ്റെ ബാക്ക് സൈഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ 50 ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് സൈഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് ആദ്യം ഒരു ഷീറ്റിലേക്ക് സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 13, ആ കറക്റ്റ് സൈസ് ആണെങ്കിൽ 25 പീസാണ് അതിനകത്ത് കയറുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നത് ആദ്യം നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് വേണ്ടത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് ചെയ്യുന്നത്, ആ സെറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഞാൻ അതിൻ്റെ ഓഡ് ബേസാണ് എടുക്കുന്നത്. ഓഡ് ബേസ് എന്ന് പറയാം 1, 3, 5, 7 അങ്ങനെ പോകുന്നത്. കാരണം ആ പേജുകളിലായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓഡ് ബേസ് എടുത്ത് ഞാനത് അപ്ലൈ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട് പേജ് ഞാൻ ബ്ലാക്കിലാണ് സെറ്റ് ചെയ്തിരുന്നത് വെച്ചാൽ അതിൻ്റെ അകത്ത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഐ ഡി ഫ്രണ്ട് 1, ഐ ഡി ഫ്രണ്ട് 2. അപ്പോൾ ഇത് പ്രിൻ്റ് വ്യൂവിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോസിഷൻ എടുക്കണം. അപ്പോൾ ഇമ്പോസിഷന് വേണ്ടി ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഇമ്പോസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലേഔട്ട് ടൂളാണ്. ഓക്കെ, അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഇതിൻ്റെ റോയിൽ എത്ര വേണം, കോളം എത്ര വേണം എന്നൊക്കെ കറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ 5 വലത്തോട്ടും 5 താഴത്തോട്ടും, അങ്ങനെ വരുമ്പോൾ 25. എന്നിട്ട് ഞാനിത് ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെമോ ടെംപ്ലേറ്റ് ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി 25 കാർഡ് കയറിയുണ്ട്. എന്നിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പിക് ടൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഓഡ് പേജസ് സെറ്റ് ചെയ്ത് തരണം. അതായത് നമ്മുടെ ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് പേജസ് അത് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ 1, 2, 3, 4, 5
6, 7, 8, 9, 10. അതായത് നമ്മൾ ഈ കാർഡ് നമ്മൾ റിനേം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഐ ഡി ഫ്രണ്ട് 1, ഐ ഡി ഫ്രണ്ട് 2, ഐ ഡി ഫ്രണ്ട്. ഓരോ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ്. ഓക്കെ, ഇത് ഇത്ര സെറ്റ് ആയിട്ടുണ്ട് നമുക്ക്. ഏകദേശം 50 കാർഡ് കണ്ട, 50 കാർഡിൻ്റെ ഇതുവരെ സെറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡാണ്. ഇതിനെ ഞാനൊന്ന് PDF മാറ്റണം. ഞാൻ അതിന് പ്രിൻ്റ് കൊടുത്ത് ഇവിടെ ഞാൻ ഫോൾഡറിലേക്ക്, ഇപ്പോൾ ഞാൻ 14 സെറ്റിംഗ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് കൊടുത്തു. അതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്നും പറഞ്ഞ് ഞാൻ അതിനെ റിനെയിം ചെയ്തു. നെയിം കൊടുത്തു, സേവ് ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം PDF ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റിൽ വന്നിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ നല്ല കട്ടിംഗ് മാർക്കെല്ലാം കറക്റ്റായിട്ടൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ല, ഈ കാർഡിന് ഫ്രണ്ട് എന്നുള്ള ഇത് വന്നു. മീൻസ് ആദ്യത്തെ കാർഡ് ഇവിടെ വന്നു, രണ്ടാമത്തെ കാർഡ് ഇവിടെ വന്നു, മൂന്നാമത്തെ കാർഡ്. ഇത് ഓർഡറിൽ ഇങ്ങനെ വന്ന് നമുക്ക് 50 കാർഡ് വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് ഞാനൊരു ഡെമോ ആണ് കാണിക്കുന്നത്. ഞാൻ ID കാർഡ് എന്നുള്ള പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു കാർഡ് സെറ്റ് ചെയ്യാൻ നേരത്ത്, ഈ കാർഡ് സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതിനുള്ള കംപ്ലീറ്റ് എല്ലാ വർക്കും പ്രോപ്പർ ആയിരിക്കണം. കട്ടിങ് മാർക്ക് ഉൾപ്പെടെ ഇട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പ്രോസസ്സിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാവുള്ളൂ. ഓക്കെ, ഫ്രണ്ട് സൈഡ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു, പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കണം. അതിൻ്റെ ഈ 50 കാർഡ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ബാക്ക് സൈഡ് ഇതേവരെ ചെയ്താൽ പോരെ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നേരത്ത് എപ്പോഴും ഫസ്റ്റ് പേജ് ഫ്രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. രണ്ടാമത് നമുക്ക് വേണ്ടതിന് ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം പ്രിൻ്റ് വ്യൂയിലേക്ക് പോകുന്നു. നമ്മുടെ പേപ്പർ സൈസ് കറക്റ്റായിട്ട് കൊടുക്കുന്നു. ഞാനിപ്പോൾ PDF സേവ് ചെയ്യുന്നത്. പേപ്പർ സൈസ് കൊടുത്തു, അതിൻ്റെ ഓറിയൻറ്റേഷൻ കൊടുക്കണം. ഓറിയൻറ്റേഷൻ ഓക്കെ, കറക്റ്റാണ്. ഇനി വേണ്ടത് ഇപ്പോൾ ഈ സെറ്റിങ്സിൽ തന്നെ നമ്മളിവിടെ ഓട് പേജസാണ് നമ്മളിവിടെ കൊടുത്തിരുന്നത്. അത് ആ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് എടുക്കാൻ വേണ്ടിയായിരുന്നു. നമ്മളിത് മാറ്റുന്നു. ഈവൻ ഓട് പേജസ് എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പേജ് നമ്പേഴ്സിനെ ഷഫിൾ ചെയ്തിട്ട് ഇടാനുള്ള ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇത്ര നിൽക്കുന്നതാണ്. നമുക്ക് ആ നമ്പേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വേഡ് ഫയലിൽ കുറച്ച് നമ്പേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് നമ്പർ കാണാം: 10, 8, 6, 4, 2. ഈ ഓർഡറിലാണ് ഈ നമ്പേഴ്സ് കിടക്കുന്നത്. അടുത്തത് തന്നെ 20, 18, 16, 14, 12. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 5 ബാക്ക് സൈഡാണ്. അടുത്ത് 5 ബാക്ക് സൈഡാണ് ഇത്. അതായത് 10 തൊട്ട് 2 വരെ. ഞാൻ പറഞ്ഞു, നമ്മൾ ഫ്രണ്ട് പേജ് തെറ്റിയിരിക്കുന്ന 1 തൊട്ട് 5 കാർഡ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അത് അതിൻ്റെ അത്രയും 5 കാർഡിൻ്റെ ബാക്ക് സൈഡും കൂടി വരുമ്പോൾ 10 പേജായി. കോറൽ ഡ്രോയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്ക് 5 കാർഡാണെങ്കിൽ 5 കാർഡിൻ്റെ ബാക്ക് സൈഡ് ഉൾപ്പെടെ അതിൻ്റെ 10 പേജ് വരെ പോകും. 10 കണ്ടോ, ഈ 10 പേജ് വരെ പോകാൻ നിർത്താൻ എനിക്ക് 5ാമത്തെ കാർഡ് ബാക്ക് ഇടാം. അപ്പോൾ അത്രയും പേജ് ക്രിയേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ നമ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 5ാമത്തെ കാർഡിൻ്റെ ബാക്ക് സൈഡ് കിട്ടണമെങ്കിൽ അത് 10ാമത്തെ പേജ് പ്രിൻ്റ് പ്രിവ്യൂവിൽ വരണം. ആദ്യം വരണം. അത് കറക്റ്റ് ആ ലെഫ്റ്റ് സൈഡിൽ വരണം. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ നമ്പറിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിത് എന്തായാലും ഈ വേഡ് ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നത്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനിത് വാട്സപ്പ് നമ്പർ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകണം. എനിക്ക് 50 കാർഡാണ് വേണ്ടത്. 50 കാർഡാണ് നമുക്കുള്ളത്. അതിൻ്റെ 50 കാർഡിൻ്റെ ബാക്ക് സൈഡ് എനിക്ക് കറക്റ്റ് നമുക്ക് പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റാകണം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആ പ്രിൻ്റ് വീട് നമ്മൾ പേജ് നമ്പർ ഷഫിൾ ചെയ്തിടുകയാണ്. ഓക്കെ, ഞാനിവിടുന്ന് നമുക്ക് 50 കാർഡ് എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് ഉൾപ്പെടെ 100 പേജസ് വരും. ഓക്കെ, അപ്പോൾ 100 ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ 100 ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ 100 ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും സ്റ്റോപ്പ് ആവില്ല. നമ്മൾ 100 പറഞ്ഞാൽ 100 അതിന് മുന്നേ 98, 96, 94, 92 റിവേഴ്സ് നമ്പറിങ് ആണ്. അപ്പം നമ്മൾ ഈ 92 ഇവിടുന്ന് ഇത്രയും ഇങ്ങനെ കോപ്പി ചെയ്തു. അതായത് ഈ കോമക്ക് മുന്നേ ഇവിടുന്ന് ഇത്രയും കോപ്പി ചെയ്തെടുത്തു. ഇപ്പോൾ കറക്റ്റ് 50 ബാക്ക് സൈഡ് പേജസിൻ്റെ അതുണ്ടാവും. ഒന്നുകൂടി ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നമ്പറിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ 50 കാർഡാണെങ്കിൽ 50ൻ്റെ മൾട്ടിപ്പിൾ, ഡബിൾ സൈഡ് ആണെങ്കിൽ 50ൻ്റെ മൾട്ടിപ്പിൾ 100.
ആ 100 വരാൻ നേരത്ത് 100ൽ നിന്ന് സെലക്ട് ചെയ്യരുത്, അതിൻ്റെ പുറകിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ 92 തൊട്ടാണ് നമുക്ക് വേണ്ടത്. 92, 94, 96, 98, 100. അപ്പോഴേ ആ നമ്പർ ക്ലിയർ ആവുള്ളൂ, കറക്റ്റ് ആവുള്ളൂ. എന്നിട്ട് അത് നേരെ ഇങ്ങനെ കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ പ്രിൻ്റ് പ്രിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബാക്ക് സൈഡാണ് അതിൻ്റെ അകത്ത് ചെറുത് ചെയ്യുക. ബാക്ക് സൈഡിലെ പേജസ് നമ്പറാണ്, ആ പേജ് നമ്പറാണ് നമ്മളിപ്പോൾ കോപ്പി ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിൻ്റ് പ്രിയിലേക്ക് പോകുന്നു. പ്രിൻ്റ് പ്രിയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മളിവിടെ ഇതൊക്കെ ഫസ്റ്റത്തെ ആദ്യത്തെ ഐ ഡി കാർഡിൻ്റെ ആദ്യത്തെ പേജസാണ്. ഓക്കെ, അത് കളഞ്ഞു. നമ്മൾ എന്നിട്ട് ഇതിവിടെ ഈ പേജസിൻ്റെ അകത്ത് നമ്മൾ കോപ്പി ചെയ്ത് ഈ പേജ് നമ്പറിനകത്ത് നമ്മൾ കോപ്പി ചെയ്തേക്കുന്നത് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 100 വരെ, അതായത് 92, 94, 96, 98, 100 അത്രയും നമ്പർ. അപ്പോൾ അതിൻ്റെ മുന്നിലേക്കുള്ള നമ്പറെല്ലാം അതിനകത്ത് കോപ്പി ആയിട്ടുണ്ട്, പേസ്റ്റ് ആയിട്ടുണ്ട്, സോറി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക. റേഞ്ച് ഓഫ് സെപ്പറേഷൻ സെറ്റിംഗ്സ്. ഓക്കെ, എന്നാൽ നോക്കാം. ഓക്കെ, ഒന്നും കൂടി നോക്കാം നമുക്ക്. ഞാൻ അതിൻ്റെ ഇതെടുത്ത് നമ്പർ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട്. ഫ്രീ അടിച്ചു, സെറ്റിങ്സിൽ പോയി, പേജസിൽ ഓൾഡ് പേജസ്, ഇവിടെ ഓൾഡ് പേജസാണ് കിടക്കുന്നത്. ഓക്കെ, നമ്മൾ ഈവൻ ഓൾഡ് പേജസ് മാറ്റുക. അവിടെ ഓൾഡ് പേജസ് കിടന്നുകൊണ്ടാണ് അതങ്ങനെ പറ്റിയത്. ഈവൻ ഓൾഡ് പേജസ് ആക്കി നമ്മൾ. ഇനി നമ്മൾ ഇതിലേക്ക് ആ നമ്പർ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഓക്കെ വന്നു കഴിഞ്ഞു. 92, 94, 96, 98, 100 വരെ വന്നു കഴിഞ്ഞു. ആ പേജസ് അത്രയും വന്നു കഴിഞ്ഞു. നമ്മൾ അപ്ലൈ കൊടുക്കുന്നു. ഇനി ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ID back 5, ID back 4, ID back 3, ID back 2, ID back 1. അതായത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതല്ല. ഓക്കെ, അതിന് നമുക്കൊന്ന് PDF ആക്കാം ആദ്യം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ബാക്ക് സൈഡ് എന്നും പറഞ്ഞു കൊടുത്തു. BCK. ഓക്കെ, ബാക്ക് സൈഡ് എന്നും പറഞ്ഞ് കൊടുത്തു, സേവ് ചെയ്തു. ആ PDF ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡും PDF തമ്മിൽ കമ്പയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് PDF ആക്കിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി അതിൻ്റെ ബാക്ക് സൈഡും കൂടി എടുത്തിട്ട് വെച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കണ്ടില്ലേ ID കാർഡ് ഫ്രണ്ട് വന്നു. അതിൻ്റെ ബാക്ക് സൈഡ് നേരെ വന്നിരിക്കുന്നത് രണ്ടാമത്തെ പേജിൻ്റെ റൈറ്റ് സൈഡിലാണ്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ID കാർഡ് ഫ്രണ്ട് വന്നിരിക്കുന്നത് ഈ സൈഡ്, അതിൻ്റെ ഇവിടുന്ന് ഈ സൈഡ്, അതായത് ബാക്ക് സൈഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ID കാർഡ് 3യുടെ മിഡിലാണ് കിടക്കുന്നത്. സെയിം ബാക്ക് സൈഡ് മിഡിലാണ് കിടക്കുന്നത്. ബാക്ക് ഫോർ ഇവിടെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വന്നു. 5 ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ ഇത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. പ്രിൻറ്റിങ്ങിൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പേപ്പർ മറിഞ്ഞു പോകുമ്പോൾ എപ്പോഴും ബാക്ക് സൈഡ് സെറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സെറ്റ് ചെയ്യാനുള്ളൂ. അത് എന്താണെങ്കിലും ഐ ഡി കാർഡാണെങ്കിലും ബ്രോഷർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമ്മൾ ബാക്ക് സൈഡ് ഓപ്പോസിറ്റേ വരുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു രീതി. അതായത് ഇപ്പോൾ ഐ ഡി കാർഡുകളിൽ ഇങ്ങനെ കുറേ പേജുകളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് പേജ് അടുത്ത ഐ ഡി കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ്, സെക്കൻഡ് പേജ് അതിൻ്റെ ബാക്ക് സൈഡ്, അങ്ങനെ കണ്ടിന്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് വേണ്ടി എങ്ങനെ ആ ഡിജിറ്റൽ സൈസിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രിൻറ്റ് പ്രിവ്യൂ തന്നെ ഡയറക്റ്റ് പ്രിൻറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ PDF ആക്കിയിട്ട് കൊടുത്തേക്കാം. ഇനി ഇപ്പോൾ ഓക്കെ, ഇതിവിടെ നമുക്ക് ഇനി ഒറ്റയടിക്ക് സിംഗിൾ പ്രിൻറ്റിങ്ങിൽ, അതായത് ഡബിൾ സൈഡ് പ്രിൻറ്റിങ് ഒറ്റ പ്രിൻറ്റിങ് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഇവിടെ ആ പേജ് ഇതാക്കുക, ബാക്ക് സൈഡ്. ഓക്കെ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ഇതാണ്, ഫസ്റ്റ് ഐ ഡി കാർഡിൻ്റെ ഫസ്റ്റ് പേജാണ്. അതായത് നമ്മൾ 11 ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണ ഫസ്റ്റ് പേജാണ്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ് ഫസ്റ്റ് പേജ്. ഓക്കെ, ഇതിനെ നേരെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഐ ഡി കാർഡ് ഫ്രണ്ട് നിന്ന് അതിൻ്റെ ബാക്ക് സൈഡ് ഐ ഡി ബാക്ക് എന്നാണ് വന്നു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പേജിലേക്ക് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓൾറെഡി സെറ്റായി. ഇപ്പോൾ നോക്കാം, നമ്മൾ ഐ ഡി ഫ്രണ്ട് 1 ലെഫ്റ്റ് സൈഡിൽ അടക്കുന്നത്, ഐ ഡി ബാക്ക് 1 റൈറ്റ് സൈഡിൽ അടക്കുന്നത്. സെയിം തന്നെ രണ്ടാമത്തെ പേജ് ഐ ഡി ഫ്രണ്ട് 26, അത് 26ാമത്തെ കാർഡിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത്. നേരെ തിരിച്ച് ചോദിക്കാൽ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാൽ ഐ ഡി ബാക്ക് 26 റൈറ്റ് സൈഡിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കൺഫ്യൂസ് ആയിട്ടുണ്ടാവും, കാരണം അത് ആ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഈ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പറോടെ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഈ വേഡ് ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലൈനിൽ ലിങ്ക് ഇടാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നേ ഇങ്ങനെ പെറുക്കി പെറുക്കി വെച്ച് സെറ്റ് ചെയ്യുന്നതും ഞാൻ കണ്ടേക്കണം അങ്ങനെയാണ്. മിക്കവരും ചെയ്യുന്നത് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഞാൻ പറയാം, ഈ ഐ ഡി കാർഡ് ഇപ്പോൾ ഈ ഓരോ രീതി ഇപ്പോൾ ഇങ്ങനെ ഓരോ ലെവലിൽ ഡാറ്റ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഡാറ്റ ക്ലിയർ ആണെങ്കിൽ ഫോട്ടോ ഉൾപ്പെടെ നിങ്ങൾക്ക് ആ കാർഡ് ഓട്ടോമാറ്റിക്കലി സെറ്റായി വരും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ഈ ഓർഡറിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ഓർഡറിലാകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് പേജ് പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാം, ബാക്ക് പേജ് എങ്ങനെ പ്രിൻറ്റിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ ഇത് ഒരു രീതിയാണ്. രണ്ടാമതൊരു രീതി വേറെ ഉണ്ട്, മിററിങ് ഓപ്ഷൻ ഉണ്ട്. അത് ഇച്ചിരി കൂടി സ്റ്റെപ്സ് കൂടുതലാണ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ 3 രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. 3 രീതിയിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഇത് തന്നെ. കാരണം പറഞ്ഞാൽ അധികം സ്റ്റെപ്സ് ഒന്നുമില്ല. പക്ഷേ ഇത് മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് ഇച്ചിരി വീഡിയോ ലെങ്ത് കൂടി പോകുമെന്നുള്ള ഒരു ഇതിലുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.